ശങ്കര, ഞാനിവിടെ ഉണ്ട്. എന്താ വേണ്ടേ? ഒന്നുകിൽ അവന്മാരോട് നല്ലോണം കൊട്ടാൻ പറ, അതല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് താ. അവരെയൊക്കെ നന്നായി ഞാൻ കൊട്ടാം. ദേ, ഈ കോപ്രാട്ടി കാണിക്കാനല്ല പറഞ്ഞ കൂലിക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. എന്റെ മരുമകൻ വേലായുധൻകുട്ടിയുടെ അനിയത്തി വിലാസിനിയുടെ കല്യാണം. വരനൊരു ഡോക്ടറാ. ഞാനാ ബ്രോക്കർ, പേര് കുഞ്ഞാപ്പു. ആ, ഇതാണ് പിടിച്ചേ. ഒരു നല്ല കീർത്തനം അങ്ങോട്ട് വായിച്ചേ. എന്ത് കീർത്തനം വായിക്കണ്ടേ? എന്ത് കീർത്തന വായിക്കണ്ടേന്ന് അവരോട് ഡിങ്കിരി ഡിങ്കാലെ വായിക്കാൻ പറ, അതപ്പൊ നല്ലത്. ഇത് മിടുക്കൻ. നീയാണടാ ശരിയായ വേലായുധൻകുട്ടി. നീ ഉശിരുള്ളവനാ. ഞാൻ ഉശിരി കാണിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മാവ. ഇതതിന്റെ ഒരു തുടക്കമല്ലേ. കഴിവില്ലെങ്കിലും പെങ്ങക്കൊരു ഡോക്ടറെ കണ്ടുപിടിക്കുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞപ്പോ എനിക്കിവനോട് പുച്ഛമായിരുന്നു. ആ വേലായുധൻകുട്ടി ഇന്നിതാ വിജയക്കൊടി നാട്ടിയിരിക്കുന്നു. ശരിയായ ആണത്വം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അമ്മാവനായ എനിക്കതിൽ അഭിമാനമുണ്ട്. അതൊന്ന് മുത്തേക്ക് പറഞ്ഞേ. ആ, ഇതിന് പ്രതിഫലമായി അമ്മാവൻ നിനക്ക് എന്താണ് തരേണ്ടത്? അമ്മാവൻ എന്ത് തന്നാലും ഞാൻ വാങ്ങും. എന്നാൽ ഈ കൂടി നിൽക്കുന്ന സർവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം ബദ്ധവൈരികളായി നിൽക്കുന്ന കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ അവർകൾ പണ്ടാരവളപ്പിൽ വേലായുധൻകുട്ടിയോട് പറയുന്നു. എന്തു പറയുന്നു? എന്തായാലും വേഗം പറ. ഈ കൂടി നിൽക്കുന്നവരിൽ വേലായുധൻകുട്ടി മതിമറന്ന് സ്നേഹിക്കുന്ന ഏതോ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. സത്യമാണ്, ഉണ്ട്. അവൾ ഏതാണെന്ന് ധൈര്യത്തോടെ നീ ചൂണ്ടിക്കാണിക്ക്. ഈ നെഞ്ചിൽ ജീവനുണ്ടെങ്കിൽ അമ്മാവൻ ആ കല്യാണം നടത്തിത്തരും. വെറും വാക്കല്ലോ. ശങ്കരൻകുട്ടി മേനോൻ അവർകൾ വെറും വാക്ക് പറയാറില്ല. ഞാൻ കാണിക്കും. ധൈര്യമായിട്ട് കാണിക്ക്. കാണിച്ചു കൊടുക്കടാ. അത് അമ്മിണിക്കുട്ടിയല്ലേ? അതെ. അവൾ എന്റെ ഒരേ ഒരു മോളല്ലേ? അതെ. അവളെ തന്നെ വേണോ നിനക്ക്? വേണം. തന്നില്ലെങ്കിലോ? ഞാൻ വാങ്ങും. എന്താ എല്ലാരും കൂടി? എന്തു പറ്റി? അമ്മണിക്ക് ഒഴുക്കി വെച്ച് തല ഇറങ്ങി വന്ന് വീട്ടിൽ കൊണ്ടാക്കാന്ന് വെച്ച സൈക്കിൾ എടുത്ത്. നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിൽ ആംബുലൻസാ? സുഖമില്ലാത്തവർ വീട്ടിൽ കൊണ്ടാക്കാൻ? അല്ല. അതൊന്ന് മൂത്തോക്കി പറ. അല്ല. വാസു കണ്ടു പറ. സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് പോണത് ഞാൻ കണ്ടതാണല്ലോ. വാസു കളവ് പറയരുത് കേട്ടോ. എന്താ ഒരു പെൺകുട്ടിയെ പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇതെന്താ വെളിരിക്കപ്പെട്ട? ഇപ്പൊ തലയിട്ടുണ്ടോ അമ്മണി? ഇപ്പൊ തലയിട്ടില്ല. പരസ്യമായിട്ടാണോടി അച്ഛനെ നേരെ പുറപ്പാട്. എന്നെ ധിക്കരിച്ച അരിഞ്ഞ് ഞാൻ പരുന്തിനിട്ട് കൊടുക്കും. വാസു അത് ചെയ്തോ. മതി മതി മതി. വേലായുധൻകുട്ടി, നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. ഒന്നും ഞാൻ അമ്മാവൻ എന്ത് വേണേ ചെയ്യാം. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ. വാസു നടക്കടി. മോനെ ഇതൊക്കെ പിടിച്ചോ. കണ്ടാമോന്ന് ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 ഉറുപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മിണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ. എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ. ഏറ്റു. ഏഴ് ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരിക്കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ അഡ്വാൻസ് മേടിച്ചോ. നർസ് ബുക്ക് ഇതാ. എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ. ശരിയാ സ്ഥലം വിട്ടോ. സംഗതി എല്ലാം ഭംഗിയായിട്ടുണ്ട്. ആർസ് ബുക്ക് പിടിച്ചോളൂ. 2 കൈകൊണ്ടും തരൂ. ഇതാ. ഭഗവാനെ. വാസു ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം നടിക്ക്. 4 ആള് കേക്കട്ടെ.
ശരി. അയച്ചോ? എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടിമേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ലോ. കേട്ടുവോ? ചതിച്ചു. അങ്ങനെ വണ്ടി ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തല്ലരുത്. അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഇനി ഞാൻ അവിടെ പോകുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. ആരാ? മേന്നെ എന്താ? അമ്മണിക്കുട്ടി ഒന്നാട് മാറിക്കോളൂ, ഒരു സ്വകാര്യം പറയാനാ. ഒത്താലൊട്ടു അമ്മണിക്കുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. ഡോക്ടറാ. എവിടെന്നാ? വടക്കാഞ്ചേരിന്നാ. എസ്റ്റേറ്റ്, അതും റബ്ബർ. ചെക്കൻ MRCP ഡോക്ടർ, അതും ന്യൂയോർക്കില്. എന്റെ അമ്മൂ. എന്നിട്ട് കുട്ടിയേട്ടാ, നടക്കുന്ന കാര്യം വല്ലതാണോ കുഞ്ഞപ്പൂ? നടക്കും. അമ്മണിക്കുട്ടി സമ്മതിച്ചാൽ നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു. അമ്മാവന്റെ കണ്ണു വെട്ടിക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗവുമില്ല. എങ്ങനെയുണ്ട്? തെയ്യം കിട്ടിയ പോലെയുണ്ട്. ജീവിതം തന്നെ ഒരു തെയ്യങ്കളിയല്ലേ? അറിയില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ഈ കോലത്തിലാ ഓടിയിട്ട് ഒരു കാര്യമില്ല. ഓട്ടത്തിന് ഞാൻ പണ്ടേ മോശ. പിന്നെ ഇത്ര കാലം ഇങ്ങനെ? വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോ നീ ഇറങ്ങി വന്നാ മതി. ചെക്കന് കാരണവന്മാര് മൂന്നും അമ്മിണിയെ കാണാൻ നാളെ വരും. വരട്ടെ. അവർക്ക് ബോധിച്ചാ ചെക്കൻ വരും. വരട്ടെ. ഇങ്ങനെ വരട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല. മേനോന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തട്ട് കെട്ടി. അതിനിപ്പോ എന്ത് ചെയ്യും? അതൊന്നും തൊട്ട് നാശാക്കണ്ട. കഷ്ടപ്പെട്ട് കുത്തി നിർത്തിയതാ. ഇല്ല അച്ഛാ. വാസു, നീ മനയ്ക്ക് ചെന്ന് തിരുമേനിയുടെ ആനയെ തളയ്ക്കുന്ന ചങ്ങല ഒന്ന് വായ്പ തരാൻ പറയണം. ഒരു 5-6 ഊരിലൊന്ന് ആനപ്പിണ്ടോ ആയിക്കോട്ടെ. അത് നല്ലതാ. ചങ്ങല കൊണ്ടുവന്ന് മുറ്റത്തുള്ള മരത്തടി കെട്ടണം. പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ടിട്ട് ഒരു ആനച്ചൂര് ഉണ്ടാക്കണത് നല്ലതാ. അതേ വളരെ നല്ലതാ. അപ്പൊ പിന്നെ നീ ആ പണിക്കേണ്ട പൊക്കോട്ടെ. പിണ്ടോ ചങ്ങല്. പിണ്ടോ ചങ്ങല്. കുഞ്ഞാപ്പുഴി വാ. മേനോന്റെ ആനയ്ക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു. ആ പിണ്ടിയുടെ നാറ്റം എനിക്കങ്ങോട്ട് സഹിക്കണില്ല. ആന നല്ല ഉഷാറല്ലേ? അതെ, കഴിഞ്ഞ ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി. പിന്നെ ഇന്ന് വരെ മതം പൊട്ടിയിട്ടില്ല. അവനെ അനുസരിപ്പിക്കാൻ ദേ ഈ ചെറുവരല് മതി. ആന എവിടെ? കണ്ടില്ലല്ലോ. ആന പിന്നെ കുഞ്ഞപ്പൂ. ആന അതായത് മേയാൻ വിട്ടിരിക്കുക. മേയാനോ? അതെ, ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങ് വരും. കൊടുക്കുമോളെ. അങ്ങോട്ട് കൊടുക്കൂ. എടുക്കൂ. അവിടെ കൊടുക്കൂ. പേര് അമ്മണിക്കുട്ടി എന്ന് തന്നെയല്ലേ? അതെ. രാമചന്ദ്രൻ എന്ന അവന്റെ പേര്. ഞങ്ങൾക്ക് കണ്ട് തൃപ്തിയായാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ അവനായിട്ട് അമ്മണിക്കുട്ടി ഒരു ചായ കൂടെ ഇടേണ്ടി വരും. ചായ ഇടാൻ ഇവിടെ സമർത്ഥ്യ. രാമേന്ദ്രന് 1-2 ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാരയുണ്ട്, ചായയിലുണ്ട്. രാമേന്ദ്രൻ എന്നാ വരിക? അടുത്ത ബുധനാഴ്ച വന്നോട്ടെ. എന്താ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ.
ഏത് ദേവേന്ദ്രൻ വേണമെങ്കിലും വന്നോട്ടെ, ഒരു ചുക്കും സംഭവിക്കില്ല മോളെ. നേരാമണ്ണം ചായ ഉണ്ടാക്കി നീ ആ കാർന്നോമാർക്ക് കൊടുത്തോ. അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട. കല്യാണം കുഞ്ഞാപ്പു എന്നെ കലക്കിക്കോളും. മഹാലക്ഷ്മി ഡസൻ കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ബന്ധം അത്. സ്ത്രീധനല്ല എനിക്ക് പേടി. ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പ് എന്ത് കമ്മീഷൻ ചോദിക്കുന്ന. അമ്മിണി വെള്ളം ഉണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചേ. ഒന്നും ഉണ്ടായില്ല, പാവം കുട്ടി. നീ പോടി, അവൾ എന്റെ മോളാ. പിടിക്കുമ്പോ പുളിങ്കൊമ്പ് തന്നെ പിടിക്കണമെന്ന് അവളാരും പഠിപ്പിക്കണ്ട. നങ്ങേലിക്ക് മനസ്സിലായ? ഉവ്വ്. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞേ. ഉവ്വ്. ഈ പിണ്ടൊന്നും ആരും മനക്കി കൊണ്ടുപോണ്ട. അതൊക്കെ അത് അവിടെ ഇട്ടാ മതി. അത്രേ ഉള്ളൂ. ആകെ നാറ്റിച്ചല്ലോ അല്ലേ വാസു. അയ്യയ്യയ്യേ, ആനേനെ ചങ്ങലില്ലാതെ ആരെങ്കിലും മേയാൻ വിടൂ. ഇതൊരു സ്പെയർ ചങ്ങൽ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവരെന്താ ആനില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്നവരാ? ഈ മീശ അങ്ങോട്ട് ചേർത്തൊന്നുകൊണ്ട് കൊടുത്താണ്ടല്ലോ. അബദ്ധായോ കുഞ്ഞാപ്പു? പേടിക്കണ്ട. വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു. പക്ഷേ അതിലും വലിയൊരു അബദ്ധം വേറെ നടന്നു. അതെന്താ? പാലം കടന്നു ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കുട്ടർ അനിയത്തി വിലാസം ഉണ്ടല്ലോ, ആ കുട്ടിന്റെ എതിരെ വരുന്നു. അവർക്ക് പോവാൻ വേണ്ടി വഴിയൊന്നും ഒരുങ്ങിക്കൊടുത്തു. ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തും ഒന്നും പറയണ്ടല്ലോ മേന്നെ. ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. എന്റെ ഭഗവാനെ, ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുക. മാത്രല്ല അതിനു വേണ്ടി 500 രൂപയും തന്നു. ഓ, അത് ചതിപ്പണിയാ. ഇവിടെ വന്ന MRCP അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടി മേനോൻ പിന്നെ ഒരു കഷ്ണം കയറ് ചെലവാക്കുന്നതാ ബുദ്ധി. സംശയമില്ല, അതന്നെ ബുദ്ധി. പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട, വഴുക്കും. തെളിച്ചു പറ, അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം?